നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെയ്യാറ്റിൻകരയിൽ മരിച്ച സമാധിയായ സ്വാമിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി, അതിന്റെ ചില ആരോപണങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷോയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം ചില ആളുകൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയും, കാരണം ഡെഡ് ബോഡി ആ സമയത്ത് കണ്ട ആളുകളില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഈ വിഷയത്തിൽ അതൊരു പോലീസ് കേസാവുകയും പോലീസ് ആ സമാധി പൊളിച്ച് വീണ്ടും ഡെഡ് ബോഡി ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നീട് അതൊരു മഹാസമാധിയായി തിരിച്ച് വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു. ഇത്രയാണ് നമുക്കറിയാവുന്ന കാര്യം. പക്ഷേ അതിന്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരികയാണ്. അതിൽ നിന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവിക മരണമാണ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ വീട്ടുകാർ ഫസ്റ്റ് ഈ വിവാദവും ആരോപണവും ഉണ്ടായ സമയത്ത് ഫസ്റ്റ് വീട്ടുകാർ പറഞ്ഞത് എന്താണോ അതാണ് ശരിയെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇതുവരെ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ആ വീട്ടുകാർ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഈ മൊത്തം കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമാധിയെ അല്ലെങ്കിൽ ഈ മരണത്തെ ക്രമപ്പെടുത്തിയില്ല എന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞേ പറ്റൂ. കാരണം നമ്മളെ നാട്ടിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ ചില നിയമങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ടല്ലോ. കാരണം വിശ്വാസം ഒരു വശം, ശരി. അപ്പൊ ആ മരണത്തെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഇപ്പോൾ കുറച്ച് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ മെമ്പർമാരോട് ഈ കാര്യം പറയുകയും, അങ്ങനെ അവരുടെ ഒരുപാട് ക്രൗഡൊന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്പൊ കുഴിച്ചിട്ട് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പൊ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇവരെന്തിനെ തിരക്ക് പിടിച്ച് ചെയ്തെന്നൊക്കെ സംശയം ഉണ്ടാവും. അപ്പോൾ സമാധിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അല്പം കഴിഞ്ഞ് മറവ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ എന്തോ വലിയൊരു പ്രശ്നം വരാണ്ട്, അത് ഇപ്പൊ ഡെഡ് ബോഡി വേറെ ആൾ കണ്ടു വിചാരിച്ചിട്ട് ഇപ്പൊ വലിയൊരു പ്രശ്നം വരാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ, അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്നും തെളിവെടുക്കുന്നത് പോലെ അല്ല മരിച്ച ഒരാളിൽ നിന്നും തെളിവെടുക്കുന്നത്. അപ്പൊ അവർ ചെറിയൊരു ക്രമപ്പെടുത്തുന്നതിന്റെ കാര്യത്തിൽ വീട്ടുകാർ അത്രയും അങ്ങോട്ട് ഇത്തരം വിഷയങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇത്രയും വിഷയങ്ങൾ പറയുമ്പോഴും ഇപ്പോ എന്താണ് സമാധി എന്ന കാര്യത്തിൽ ഇപ്പോഴും പല ആളുകൾക്കും ഒരു വ്യക്തത, ഒരു ധാരണ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ സമാധി എന്നത് ഒരു ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് അതിന്റെ ലോജിക്ക് ഇതാണ്. ഇപ്പൊ അച്ഛനും അമ്മയും ചേർന്ന് ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അമ്മയുടെ വയറ്റിൽ ആദ്യം ഈ ശുക്ലവും രക്തമൊക്കെ ചേർന്ന് ഒരു മാംസക്കട്ടി ഉണ്ടാകുന്നു. അത് 9 മാസം 10 ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു വലിയ എനർജി, അതിനിപ്പോ ദൈവം എന്നൊക്കെ വിളിക്കുന്ന ഈ സാധനം, ഒരു കുഞ്ഞ് എനർജി ഈ കുട്ടിക്ക് ഈ മാംസക്കട്ടിയിലേക്ക് കൊടുത്താൽ മാത്രമേ അത് ജീവനുള്ള കുട്ടിയാവുന്നുള്ളൂ. ദാറ്റ് ഈസ് ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൊടുത്ത സ്ഥൂല ശരീരം എന്നാണ് പറയാം. ഈ സ്ഥൂല ശരീരത്തിൽ വലിയ എനർജി, ഈ ദൈവം എന്ന് പറയുന്ന എനർജി ഒരു ചെറിയ എനർജി, ദാറ്റ് ഈസ് സൂക്ഷ്മ ശരീരം, ഇവരാത്മാവ് എന്നൊക്കെ പറയുന്ന മാംസക്കട്ടിയിൽ ആത്മാവിനെ കൊടുത്താൽ മാത്രമേ അത് ജീവനുള്ള കുട്ടിയാവുള്ളൂ. ഒരാളുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും തന്ന സ്ഥൂല ശരീരത്തിൽ നിന്നും, ശരീരത്തിൽ നമ്മൾ സാധാരണ നമ്മൾ പുറത്തു കാണുന്ന ശരീരത്തിൽ നിന്നും ഈ ദൈവം എന്ന് പറയുന്ന വലിയ എനർജി ഈ സൂക്ഷ്മ ശരീരത്തെ തിരിച്ചെടുക്കുന്ന അവസ്ഥയെ മരണം എന്ന് പറയുന്നു. ഇതാണ് സംഭവം. ഇതാണ് സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. ഒരു ശരീരം കൂടെ നമുക്കുണ്ട്. ദാറ്റ് ഈസ് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണപ്പെട്ട എല്ലാവരുടെയും കാരണ ശരീരം, പ്രേതം ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനു വേണ്ടിയാണ് ഹൈന്ദവർ ബലിയിടുന്നത്. അല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൊടുത്ത സ്ഥൂല ശരീരം ഇവിടെ കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ശരീരം ഇവിടെ കത്തിച്ചു കളഞ്ഞു. സൂക്ഷ്മ ശരീരം, ദാറ്റ് ഈസ് ആത്മാവ് അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞു. അന്തരീക്ഷത്തിലേക്ക് പോകുന്ന സൂക്ഷ്മ ശരീരം വേറൊരു അമ്മയുടെ വയറ്റിലേക്കാണ് അത് പോകുന്നത്. അത് ഇത്ര പെട്ടെന്ന് തന്നെ പോകണമെന്ന് തോന്നില്ല, അതിനൊരു സമയം എടുത്തിട്ടാണ് പോവുക. അപ്പോ ഈ സൂക്ഷ്മ ശരീരത്തിന് നമ്മൾ ബലിയിടേണ്ട ആവശ്യമില്ല. നമ്മൾ ബലിയിടുന്നത് മൂന്നാമത്തെ ശരീരമായ കാരണ ശരീരം, ദാറ്റ് ഈസ് പ്രേത ശരീരത്തിനാണ്. സൂക്ഷ്മ ശരീരം കുറച്ചുകൂടെ ശുദ്ധീകരിച്ച് കൂടുതൽ ബെറ്റർ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുകയുള്ളൂ. ദാറ്റ് ഈസ് നമ്മൾ മരിച്ചാൽ അടുത്ത ജന്മം എന്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ ശരീരത്തിലെ നവദ്വാരങ്ങളിലെ 9 ദ്വാരത്തിൽ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അത് മുഖത്തൂടെയാണ് പോകുന്നത്. ടേക്ക് ആൻ എക്സാമ്പിൾ, നമ്മുടെ കണ്ണിലൂടെ, കണ്ണിങ്ങനെ തുറിച്ച്, അല്ലെങ്കിൽ മൂക്കിലൂടെ, അല്ലെങ്കിൽ വായിലൂടെ, അല്ലെങ്കിൽ ചെവിയിലൂടെ, അല്ലെങ്കിൽ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തി അടുത്ത ജന്മം മനുഷ്യനാകുന്നു എന്നാണ് ഇതിന്റെ ഒരു കണക്ക്. ഇനി അതല്ല, മൂത്രമൊഴിച്ചാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തി അടുത്ത ജന്മം ഒരു സസ്യമാകുന്നു എന്നാണ് അർത്ഥം, മനുഷ്യനായിട്ട് കിട്ടൂല. അതല്ല, ആ വ്യക്തി അപ്പിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തി മൃഗമായിട്ടാണ് ജനിക്കുക എന്നൊക്കെയാണ് ഓരോ വിശ്വാസങ്ങൾ. ശരി,
യഥാർത്ഥത്തിൽ ഈ നവദ്വാരത്തിലൂടെയല്ല നമുക്ക് പോകേണ്ടത്. നമ്മുടെ ആത്മാവ്, നമ്മുടെ സൂക്ഷ്മ ശരീരം യഥാർത്ഥത്തിൽ പോകേണ്ടത് നമ്മുടെ നെറുകിലൂടെയാണ്. അതായത് നമ്മുടെ ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ട ഈ ഒരു മാംസക്കട്ടിയിൽ ഈ എനർജി, ഈ സൂക്ഷ്മ ശരീരം, ഈ ആത്മാവ് വരുന്നത് നെറുകിലൂടെയാണ്. ശരി, നെറുകിലൂടെ വന്നതിന്റെ നെറുകിലൂടെയാണ് പോകേണ്ടത്. പക്ഷേ അത് നമ്മളുടെ കലാപരിപാടി, ഈ ഭൂമിയിലെ കലാപരിപാടി അത്ര മികച്ചൊന്നും അല്ലെങ്കിൽ അത് സാധാരണഗതിയിൽ ഇങ്ങനെ ആ വഴിക്കൊന്നും പോകില്ല, ഈ നവദ്വാരത്തിലൂടെയൊക്കെ പോവുള്ളൂ. ശരി, അപ്പോൾ ഈ സമാധി എന്ന് പറയുന്ന അവസ്ഥ, നമ്മൾ ഈ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ഈ സൂക്ഷ്മ ശരീരം ഒന്നും കൂടെ മെച്ചപ്പെടുകയും അതിനെ നമുക്ക് സമാധി അവസ്ഥയിൽ ഈ നെറുകിലൂടെ നമുക്ക് ഈ ആത്മാവിനെ പറഞ്ഞു വിടാം. അങ്ങനെ വിടുകയാണെങ്കിൽ പിന്നീട് നമുക്കൊരു ജന്മം ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ദാറ്റ് ഈസ്, ഈ നരകം സ്വർഗം എന്ന് പറയുന്ന സംഭവങ്ങളില്ല. ഇതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സൂക്ഷ്മ ശരീരം നമ്മളെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പുറത്തു പോകുമ്പോൾ, നമ്മൾ മരിച്ചതിന് ശേഷം പുറത്തു പോകുമ്പോൾ ഇത് അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഈ സൂക്ഷ്മ ശരീരം ഭയങ്കര വേദന അനുഭവിച്ചിട്ട് പോകും. നമ്മളൊരു പാപിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ പോകും, ഭയങ്കര ഒരു വല്ലാത്തൊരു ആനന്ദം നമ്മളിൽ ലഭിക്കുന്നു, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ. ഈ അവസ്ഥയെ ഒരു കഥാരൂപത്തിലാണ് നമ്മളെ പല പുസ്തകങ്ങളിലും നരകം സ്വർഗം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നരകവും സ്വർഗവും ഇല്ല, അതൊക്കെ തള്ളാണ്. ഈ സൂക്ഷ്മ ശരീരം പോകുന്ന അവസ്ഥ, രണ്ടവസ്ഥയിലൂടെയാണ് സൂക്ഷ്മ ശരീരം കടന്നു പോകുക. ദാറ്റ് ഈസ്, വേറൊരു അമ്മയുടെ വയറ്റിൽ എത്തുന്നത് വരെയുള്ള സൂക്ഷ്മ ശരീരത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ നരക സ്വർഗം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ അവസ്ഥയില്ല, ഇത് ഫുള്ള് തള്ളാണ്, അത് വെറും കഥയാണ്. യഥാർത്ഥത്തിൽ ആ അവസ്ഥയെ നമ്മൾ അത്രയ്ക്ക് വേദനയും, നമ്മളൊരു പാപിയാണെങ്കിൽ അത്രയും വേദന അനുഭവിച്ചിട്ട് പോവുക. അപ്പോൾ ശരിക്കും ഈ നരക കൺസെപ്റ്റിൽ നമ്മൾ പറയുന്ന, പുസ്തകത്തിൽ പറയുന്നതിനേക്കാൾ വിഷമമാണ് നമ്മളെ അവസ്ഥ. അതേപോലെ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞത് പോകണമെന്നല്ല, അതിനേക്കാൾ ഏതോ ലെവലിലാണ് ആനന്ദമൊക്കെ വരുന്നത്. പക്ഷെ അതിപ്പോ ഇന്നാണ് ഇപ്പൊ ഞാനൊരു ബുക്ക് എഴുതി, ഞാൻ നരകവും സ്വർഗവും, കാരണം നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് കരുതി ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഞാനെന്ത് പറയും, മോനെ നിങ്ങൾ ഒരു ഭാര്യനെ നോക്കി ജീവിക്കണം കേട്ടോ, അങ്ങനെയായാൽ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ അവിടെ 100 പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറയുമ്പോൾ വിചാരിക്കുക, ഗതികേട്, ഭാര്യനെ നോക്കി ജീവിക്കാം, എങ്ങനെയും നന്നായിക്കോട്ടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പറയണം, മോളെ ഭർത്താവ് എന്ത് മണ്ണുണ്ണിയാണെങ്കിൽ നീ അവനെ ബഹുമാനിച്ച് സ്നേഹിച്ച് ജീവിക്കണം കേട്ടോ, ഒറ്റ ഭർത്താവേ പാടൂ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ പറയണം, നോക്ക് നീ ഇങ്ങനെ ഭർത്താവിനെ ഇവിടെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നിനക്ക് മരിച്ചു കഴിഞ്ഞാൽ അവിടെ 100 ആണുങ്ങളെ നിനക്ക് കിട്ടും, 100 ഭർത്താക്കന്മാരെ കിട്ടും, നിനക്ക് അത് കിട്ടണമെങ്കിൽ നീ ഇവിടെ ഒരുത്തനെ നോക്കിയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലൊക്കെ ഈ ഭൂമിയിൽ കുറച്ച് ശാന്തി സമാധാനം ഉണ്ടായിക്കോട്ടെ ചിലയിടത്തിൽ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് പോകുന്നത് കുറച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഭവമാണ്. ഏകദൈവ വിശ്വാസമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ദൈവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു ദൈവത്തെ എടുക്കുന്നു. ദാറ്റ് ഈസ്, നമുക്ക് ഒരുപാട് വിശപ്പ് വരികയാണ്. ഭക്തിയെ നമുക്ക് വിശപ്പുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വിശക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോട്ടലിൽ പോകുന്നു, ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ മുന്നിൽ വെക്കുക കേട്ടോ. അപ്പൊ പക്ഷെ അതുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറൂല. അതേപോലെ ഒരു ദൈവത്തെ മുന്നിൽ വെച്ചത് കൊണ്ട് നമ്മുടെ ഭക്തി എന്ന വിശപ്പ് മാറൂല. അത് വിശപ്പ് മാറുന്ന എപ്പോഴാണ്, ആ ചിക്കൻ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോഴാണ്. നിങ്ങൾ ഒരു നേന്ത്രപ്പഴം കഴിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ വിശപ്പ് മാറുന്നത്. പക്ഷെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ ആരോട് ചോദിക്കുകയാണ്, ഈ ബിരിയാണിയോടെ പോയി, നേന്ത്രപ്പഴയോടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, ബിരിയാണി ഞാനായി അല്ലെങ്കിൽ നേന്ത്രപ്പഴം ഞാനായി, അങ്ങനെയല്ലേ പറയാൻ പറ്റും. അതുപോലെ ഒരു ദൈവം നമ്മളെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് ദൈവത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ദൈവമാകുന്നു എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തും. ഇതാണ് സംഭവം. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുക. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിഗ്രഹം കാണുമ്പോൾ നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഓർക്കുന്ന അവസ്ഥയാണ് വിഗ്രഹാരാധന എന്ന് പറയാം. ഇത് അതായത് ഒന്ന് കാണുമ്പോൾ മറ്റൊന്നിനെ ഓർക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരു കണ്ണട കാണുമ്പോൾ നമുക്ക് അച്ഛനെ ഓർമ്മ വരുന്നുവെങ്കിൽ നിങ്ങളൊരു വിഗ്രഹാരാധകനാണ്. കാരണം കണ്ണടയിൽ അച്ഛനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് കാണുമ്പോൾ നിങ്ങൾ അമ്മയെ ഓർത്തുവെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധകനാണ്. കാരണം ആ ചെരുപ്പിൽ അമ്മയില്ല. നിങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങളുടെ അനുജത്തിയുടെ ഒരു ബാഗ് കാണുമ്പോൾ അനിയത്തി നേരത്തെ വന്നോ എന്ന് ചിന്തിച്ചുവെങ്കിൽ ആ ബാഗിൽ അനിയത്തിയില്ല, പക്ഷെ അത് കാണുമ്പോൾ നിങ്ങൾ അനിയത്തിയെ ഓർത്തു. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വിഗ്രഹാരാധകരാണ്. കാരണം ദൈവത്തിന്റെ ഒന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കളറില്ല, ഒന്നുമില്ല. പക്ഷേ അവരിപ്പോ ഒരു രാഷ്ട്രീയ ഒരു പതാക
അല്ലെങ്കിൽ ഒരു കളർ, ഇപ്പൊ ചുവപ്പ്, നീല, പച്ച എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധകനാണ്. കാരണം അതില്ല. നിങ്ങളിപ്പോ ഒരു മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആയിക്കോട്ടെ, നിങ്ങളൊരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ആയിക്കോട്ടെ, നിങ്ങളൊരു സൂപ്പർ സ്റ്റാറിന്റെ ഫോട്ടോ ആയിക്കോട്ടെ, നിങ്ങളൊരു ക്രിക്കറ്ററിന്റെ ഫോട്ടോ ആയിക്കോട്ടെ, ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർത്തിരുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു ഇപ്പൊ മൊബൈലിൽ തന്നെ ഫേസ്ബുക്കിലോ ഇതിലൊക്കെ നിങ്ങളുടെ മകന്റെയോ മോളെ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഗ്രഹാരാധകരാണ്. യഥാർത്ഥത്തിൽ ആ മൊബൈലിന്റെ ഉള്ളിൽ നിങ്ങളുടെ മകനോ മകളോ ഇല്ല. ഡിജിറ്റലി 0011 ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾ അവരെ ഓർക്കുന്നു. ഈ അവസ്ഥയാണ് വിഗ്രഹാരാധകർ എന്ന് പറയുന്നത്. ഇതാണ് ഈ സനാതന ധർമ്മത്തിൽ അവർ പലപ്പോഴും വിഗ്രഹാരാധകരാകുന്നത്. ആ ലെവലിലാണ് അവർ പെട്ടെന്ന് ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനത്തെ രൂപം അതൊന്നുമില്ല. ഓരോ മനുഷ്യനും നമ്മൾ വലിയ എനർജിയിൽ നിന്ന് കുഞ്ഞ് എനർജിയാണ് നമ്മൾ. ദാറ്റ് ഈസ് ഒരു ദൈവത്തിന് ദൈവം ഒരു സമുദ്രമാണെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളമാണ്. ഈ ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ഒരു സയൻസിൽ ഒരു ലാബിൽ കൊണ്ടുപോയി അവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം ലവണങ്ങളും ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ തന്നെ ഒരു ബക്കറ്റ് വെള്ളത്തിലുണ്ട്. പക്ഷെ ഒരു ബക്കറ്റ് വെള്ളം നിങ്ങൾ മേലെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. മറിച്ച് ഒരു സമുദ്രത്തിനാണെങ്കിൽ വലിയ സുനാമി ഉണ്ടാക്കാം, എത്ര വലിയ വേനൽ വന്നാലും സമുദ്രം പറ്റൂല, കാരണം അതിൽ അത്രയും വെള്ളമുണ്ട്. ഇതേപോലെ ഒരു ബക്കറ്റ് വെള്ളമായി നമ്മൾ ഒരു സമുദ്രമായി മാറുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ദാറ്റ് ഈസ് നിങ്ങൾ ദൈവം എന്ന് പറയുന്ന ദൈവത്തിനുള്ള എല്ലാ ക്വാളിറ്റി യഥാർത്ഥം നിങ്ങളുണ്ട്. ദൈവം ഒരു 2000 രൂപയാണെങ്കിൽ നിങ്ങൾ 10 രൂപ. ഈ 10 രൂപ എങ്ങനെ 2000 ആക്കാന്നുള്ളത് നിങ്ങളുടെ ബുദ്ധിയാണ്. ഇതാണ് സംഭവം. ഇങ്ങനെ 10നെ 2000 ആക്കുന്ന അവസ്ഥയാണ് സമാധി ആവുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. പക്ഷെ സനാതന ധർമ്മത്തിൽ എപ്പോഴും ഈ വിഗ്രഹാരാധന ഒരു വലിയൊരു ഘടകമായി മാറുന്നതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോ രൂപമോ ഒന്നുമില്ലാത്ത, നിറമോ ഒന്നുമില്ലാത്ത, ഒരു ഇമേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിൽ മെഡിറ്റേഷൻ ചെയ്തു പോകാന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. മറിച്ച് ഒരു വിഗ്രഹത്തിലൂടെ നമുക്ക് ദൈവത്തെ കാണാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. നമുക്ക് കൂടുതൽ ഒരു രൂപത്തെ കണ്ടുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് പോകുന്ന പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നു. മാത്രമല്ല ഈ വിഗ്രഹാരാധനയുടെ അടുത്തൊരു തലം എന്ന് പറയുന്നതാണ് ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ആ ലെവലിലേക്ക് എത്തുക. അപ്പോൾ ഈ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു 4 സെന്റ് സ്ഥലം വാങ്ങാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മളൊരു തോന്നൽ നമ്മളൊരു ദൈവമാണ്, ഈ ലോകം മുഴുവൻ നമ്മളാണ് സൃഷ്ടിച്ചതെന്നുള്ള ഒരു ചിന്ത വരും. ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ ബിരിയാണി വേറെ ഞാൻ വേറെ എന്നല്ല, ചിക്കൻ ബിരിയാണി ഞാനൊക്കെ ഒന്നാണ്. ഈ ലോകത്തെ എല്ലാവരും എന്നിലെ ഒരു അംശം തന്നെയാണ് ഈ ലോകത്തെ എല്ലാവരിലും ഉള്ളതെന്ന് കരുതും. അത്തരം ഏകദൈവ വിശ്വാസികൾ അധികം സംസാരിക്കില്ല, അവര് വസ്ത്രം പോലും ഇടൂല. ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരുന്ന് 24 മണിക്കൂർ ദൈവത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഈ ലോകത്തെ ഒരു കാര്യത്തിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ മറ്റവൻ വേറെ എന്നൊരു ചിന്ത ഉണ്ടാവും. ഞാൻ വേറെ, എന്റെ ശരീരം വേറെ, അങ്ങനെ വരെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ബഹുദൈവ വിശ്വാസികളെ, അത് ഏകദൈവ വിശ്വാസികൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ മൊത്തം ലോകത്തിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയിലൂടെ ഏകദൈവ വിശ്വാസത്തിലേക്ക് പോകാന്നുള്ളതാണ്. ഏകദൈവ വിശ്വാസി ആയി കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഏതാണ്ട് പിടുത്തം വിടും. പിന്നെ ഫുൾ ടൈം ദൈവത്തിലേക്ക് മാത്രമായിരിക്കും ആ വ്യക്തിയുടെ താല്പര്യം വരികയുള്ളൂ. മറ്റൊരു കാര്യത്തിൽ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ വ്യക്തി ഒന്നിനോട് വേണ്ടിയും ദൈവത്തിനോട് ഒരു കാര്യം ഇരക്കുകയുമില്ല. ആരാധനാലയത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു തരം വിഗ്രഹാരാധനയുടെ ഭാഗമായി മാറുമെങ്കിലും കാര്യം നമുക്ക് കുറച്ചും കൂടെ ഈസിയായി ദൈവത്തിലേക്ക് എത്താം, ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഫുൾ ടൈം ഇപ്പൊ കൈയൊക്കെ ചിന്മുദ്രയൊക്കെ പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മതി. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് ഈ ഏതെങ്കിലും ഒബ്ജക്ട്സ് കണ്ടുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ടാകാം സനാതന ധർമ്മത്തിൽ കുറച്ചുകൂടെ ഈ വിഗ്രഹാരാധന കൂടി ഉള്ളത്. പക്ഷേ ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും അദ്വൈത കൺസെപ്റ്റാണ് ഈ സമാധി കാര്യം വരുന്നത്. അത് അങ്ങനെ നെറുകിലൂടെ ആത്മാവ് പോകുന്നവർക്ക് മാത്രമേ അടുത്ത ജന്മം ഇല്ലാതിരിക്കൂ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരും. ഈ തിരിച്ചു വരുന്ന എങ്ങനെ വെച്ചാൽ എത്ര കാലം ഈ ഭൂമിയിലുള്ള ആളുകൾ നിങ്ങളെ ഓർത്തു, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, അങ്ങനെ എത്ര പേര് പറയും. അവസാനത്തെ ആള് മരിച്ച് തിരുന്നെടുത്ത് നിങ്ങൾ വീണ്ടും ഏതെങ്കിലും അമ്മയുടെ വയറ്റിലെത്തും. നിങ്ങൾ മഹാതല്ലിപ്പൊളി. അപ്പൊ നിങ്ങൾ മരിക്കാൻ തന്നെ അവൻ കാരണമല്ലേ മറ്റാൾ മരിച്ചതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആൾക്കാർ വിഷമിക്കുകയാണെങ്കിൽ ഇവർ എത്ര കാലം നിങ്ങളെക്കുറിച്ച് മോശമായി പറയുന്നുണ്ടോ അത്രയും കാലം നിങ്ങൾ ഈ നരകം എന്ന് പറയുന്ന, നരകമല്ല, ഈ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ ആത്മാവ് അത്രയും വേദനിച്ചുകൊണ്ട് ജീവിക്കും. ഇപ്പോൾ ടേക്ക് എൻ എക്സാമ്പിൾ, ഇപ്പോൾ ഹിറ്റ്ലർ എന്നുള്ള കാര്യം എടുക്കുകയാണ്. ഹിറ്റ്ലർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നും നമ്മൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം കാലത്തിൽ ആൾ മരിച്ചില്ലേ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ
ലാസ്റ്റ് ഈ ഭൂമിയിലെ അവസാനത്തെ ഒരാൾ ഹിറ്റ്ലറിനെ കുറിച്ച് തെറി വിളിക്കുന്നതിന്റെ അവസാനം വരെ ഇയാൾ എയറിലായിരിക്കും. അതിനുശേഷമേ ഇയാൾ വീണ്ടും ഒരു അമ്മയുടെ വയറ്റിലേക്ക് വരുള്ളൂ. അത് മനുഷ്യനായിട്ട് തന്നെ വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല. ആണ് പെണ്ണ് എന്നുള്ള ഡിഫറൻസ് ഒന്നും ഈ ആത്മാവിനില്ല. ഇതൊക്കെയാണ് സംഭവം. അപ്പൊ സമാധിയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സമയം നോക്കി നമ്മൾ നമ്മളുടെ ജീവൻ നമ്മളുടെ തന്നെ ഒരു കൺട്രോളിൽ നമ്മൾ ജീവൻ ഒഴിവാക്കുക. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായി അവരുടെ മരണം മനസ്സിലാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മളുടെ 2 മൂക്കിലൂടെയും ശരിക്കും പറഞ്ഞ ശ്വാസം ഒരേപോലെയല്ല പോകുന്നത്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ